വേറെ ഏതോ പെണ്ണിന്റെ ലൈവിന്റെ ലിങ്ക് എടുത്ത് പ്ലേ ചെയ്ത് കേട്ടാ. ചന്ദ്ര ഇങ്ങോട്ട് പോടാ. 7097. ഇവരെ കൊണ്ട് പോയി കേട്ടോ, ഇവരെ കൊണ്ട് പോയി. ഡ്രൈവറുണ്ട് നിങ്ങളെ കൊണ്ട് സേഫ് ആയിട്ട് എത്തിക്കോളൂ. കേറണില്ലല്ലോ എന്റെ അകത്ത്. അത് കുറച്ചേരം വെയിറ്റ് ചെയ്താൽ പറഞ്ഞോ. നമുക്ക് വേറെ പോകാം. ആരാ കോലീഡർ കേവിയുടെ? കൺഗ്രാറ്റ്സ് ഓക്കി as our new എവിടെ CP ലീഡറോ? വെൽക്കം ഹോക്കി അണ്ണൻ ആസ് KV ന്യൂ കോ ലീഡർ ഹോക്കി. ഹലോ ഞങ്ങളെ വണ്ടി എടുത്ത് കോഡിംഗ് ചെക്ക് ചെയ്യും. അറിഞ്ഞൂടാ പുള്ളി ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതാ അതേതാ സെയിം കോഡിംഗ് ക്രാക്ക് ചെയ്യുന്നു. എന്തോടാ കേട്ടില്ല. പിന്നെ ഏതോ സെപ്പറേഷൻ എടാ ഇവിടെ ആരാണ്ടൊക്കെ കോച്ച് 1 സെക്കൻഡ് കോച്ച് 1 സെക്കൻഡ് ഇല്ല ഇന്നു ഇത് ഷോപ്പ് ഗുരു അതെ അതെ. ഹലോ കോച്ച്. ഹലോ കോച്ച് ഫോണില് കേൾക്കുന്നില്ല. ഹലോ കോച്ച് 1 സെക്കൻഡ്. എടാ എന്തോടാ പറയണേ? എടാ കീരി അളിയ ഒരു ദിവസം 5 ഇനാഗുറേഷനും മറ്റേ ഒരു ഇതും ഞാൻ മറ്റേ ഹണി റോസ് ഒന്നും അല്ല അളിയ. എന്തൊക്കെയാണ് പറയടാ. അണ്ണ എന്തിനെ എന്നെ വിളിച്ചത്? ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനത് കാണാൻ ഓടിക്കാതെ പുറത്തുനിന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു എക്സൈറ്റഡ് ആയിട്ട് വിളിച്ചതല്ല, പരിപാടിക്ക് പോകാൻ വിളിച്ചതാ. ഞാൻ വിചാരിച്ചു താക്കൂര് എനിക്ക് എന്തിനാ വണ്ടിയോ എന്തോ വെച്ചോണ്ട് വിളിക്കണായിരിക്കും. വണ്ടി തരാൻ വേറെ റിസർവ്ഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട് വണ്ടി കൊടുക്കാൻ. അങ്ങേര് വെറും കള്ളനാണ് കേട്ടാ കോച്ച്. അങ്ങേര് പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി അങ്ങനെ ഗ്യാരേജ് ഇവിടെ ഞാൻ ജീപ്പേ ഓപ്പൺ ചെയ്തിരിക്കുക. ഇവണ്ടി പണി തീർന്നില്ല പിന്നെ തരാന്ന്. ജിപേലൊന്നും അയക്കണ്ട, ജിപേലൊന്നും അയക്കണ്ട. നിങ്ങൾ ചില്ലായിട്ട് ലൈവ് കാണാം, സന്തോഷത്തോടെ ലൈവ് കാണാം. കറണ്ട് വന്നോ അല്ലെങ്കിൽ ഓഫ് ആവണ്ടോ? കറണ്ട് വന്നു. എന്റെ അളിയാ ഇത് എന്തൊക്കെയാടാ ഇത്? ഈ ഹെലികോപ്റ്റർ ഉണ്ടോ മറ്റേ വെള്ളത്തിനകത്തൊക്കെ മറ്റേ മുഷിയില്ലേ മുഷി അത് ഇരിക്കുന്ന പോലെ അതിന്റെ ഒരു ഷേപ്പ്, അതിന് 2 ചിറക് വെച്ച് അവതാരണത്തൊക്കെ സാധനം പോലെ അല്ലേ? ഓക്കെ ഇത് ചത്ത്. ഇത് പെൺകൊച്ചാണോ കൊച്ചു ചെറുക്കനാണോ? ഹലോ, അടുത്ത പരിപാടി എവിടാണ്? അടുത്ത പരിപാടി നമ്മൾ ലൊക്കേഷനിൽ എത്തിയാല് നമ്മളെ കൊണ്ടുവന്ന് ഇങ്ങോട്ട്. സബ്ഗുരു ഇത് സബ്ഗുരുവിന് ഐലൻഡിൽ പണിതാണത്. ഇതെന്റെ വീടാണ്. ഇതാണല്ലേ വീട്? അപ്പൊ ഇങ്ങോട്ട് വണ്ടിയിൽ വരാൻ പറ്റില്ലല്ലേ? പുറത്തേക്കുണ്ടോ? എപ്പോഴാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഹ്യൂമൻ ലാബ്സിന്റെ ഇപ്പുറത്തായിട്ട് ഒരു ബീച്ചിലാ. ഹ്യൂമൻ ലാബ്സിന്റെ അവിടെ എന്തോ ഒരു പാലമുണ്ട്. അതാണോ? എന്തോ എന്തോടാ കാണണേ? What the fuck?
അപ്പുറത്തുണ്ട് വണ്ടി അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് വന്ന് നോക്ക്. അപ്പുറത്തേക്കുണ്ട് വലിയൊരു സർപ്രൈസ്. എന്റെ അമ്മു എന്തൊക്കെ ഇവിടെ നോക്കി, ഇവിടെ നോക്കി. ഇത് എവിടെ നോക്കി, ഇവിടെ നോക്കി. ഞാൻ ഇതൊന്ന് കണ്ടിട്ട് പോട്ടെ. നേരെ ചുമര സാധനം നേരെ കിടക്ക് നോക്കുക. എന്താ ഓട്ടോറിക്ഷ ഇനി അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. ഇതെന്താ ഈ കിടക്കണേ? സാബോട് ചോദിക്കണ്ടേ. ഉയ്യോ, ദാ കിടക്കണ്. മൊത്തമാ പോയിട്ടുണ്ടാത്. അകത്തിരിക്കുന്ന സാധനം നോക്കണം. ഹ്യൂമൻ ലാബ്സ് എത്തി. അതിന്റെ ഇതിലൊന്നും കേറാൻ പറ്റില്ല കേട്ടാ. ആ പറ്റൂടാ. ഇത് ഓടിക്കാൻ പറ്റും. ആ ബാക്കത്തെ ബീറ്റ് ഇതാണ്. ആ അതന്നെ അതന്നെ. അള്ള ഇതെല്ലാം ഓടിക്കാൻ പറ്റും കേട്ടാ. മണി ടോക്ക് സത്യം. വാസണ്ട അത് എടുക്കണ്ട അത് എടുക്കണ്ട അത് എടുക്കണ്ട ഇല്ല 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 ഇല്ല. മൊത്തം കത്ത എന്റെ അമ്മ ഇത് ഓടിക്കാൻ പറ്റൂ? ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇല്ല ഇല്ല, ഞാൻ ജസ്റ്റ് ഓടിക്കുന്നില്ല, സ്റ്റാർട്ട് ചെയ്ത് നോക്കത്തേ ഉള്ളൂ. വെടിവല്ല വെക്കാൻ പറ്റുമോ? ഇത് ഏത് യൂണിവേഴ്സ് അല്ലേ? പാത്തുവിനോടെ കൊണ്ടേ. ഹലോ പാത്തുവിനോടെ കൊണ്ടേ. ഈ വണ്ടി ഓടിച്ചു നോക്കി. ഈ വണ്ടി ലോക്കാ. എനിക്ക് പുറത്താണ്. എന്റെ അമ്മ ഇതൊക്കെ എന്ത് കിടൽ. ഹലോ പറഞ്ഞു പറഞ്ഞു. ഉങ്ങളെ പാക്കറക്കിന്റെ ഓടി വന്നിരിക്കും இந்த கடலுக்கிட்ட. പേരെന്താ? പേര് ട്രിവിൻ ബോയ്. ട്രിവിൻ ബോയ്. ഹായ് ട്രിവിൻ ബോയ്. സന്തോഷം. ഞാൻ വണ്ടിയെല്ലാം കണ്ടിട്ട് വരാവേ. ഈ സൈഡ് നോക്കടാ. ഇതിന്റെ പിങ്കാണ് എനിക്ക് തരാന്ന് പറഞ്ഞ പറ്റിച്ചത്. ഇപ്പൊ എങ്ങനെ ചോദിക്കും ഞാൻ? ഇതിന്റെ പിങ്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇവരൊക്കെ തൊട്ട് അയാളുടെ അടുത്ത് എങ്ങനെയാ വീട്ടിൽ ചോദിക്കുന്നത്? ഹലോ എന്താ ബ്രോ പറഞ്ഞോ? എന്റെ പേരാണ് മല്ലയ്യ. ഹായ് മല്ലയ്യ, സുഖമാണോ? ഹലോ സുഖാണ്. നൈസ് ടു മീറ്റ് യു ടു മല്ലയ്യ. നാനാണ് ഈ നാട്ടിലെ ഒഫീഷ്യൽ. എന്താ നാനാണ് ഈ നാട്ടിലെ ഒഫീഷ്യൽ. ഒഫീഷ്യൽ തെണ്ടിയാ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാനിവിടെ തെണ്ടിയാണ് ജീവിക്കുന്നത്. പഠിക്കൊന്നും പോവാറില്ല? പണിക്ക് പോയി. ഇവിടെ ട്രക്ക് ഓട്ടാൻ പോയി. ദൈവം പറ്റിച്ചു. ട്രക്ക് ഓട്ടാൻ പോയി. ട്രക്ക് തന്നു, ട്രെയിലർ തന്നു. ഡെലിവറി ചെയ്ത് തിരിച്ചു വരുമ്പത്തേക്ക് ട്രക്കും ഇല്ല, നാനും ഇല്ല, പൈസ ഇല്ല. ദൈവം. ഒരു ദിവസം തെണ്ടി ആവറേജ് എത്ര കിട്ടും? 6 കോടി. അതെ, ഇവിടെ ആരെ കൊണ്ട് പറ്റൂല. വാ 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 വാ, ഇറങ്ങാം വാ. ഞാൻ ഇറങ്ങാൻ പിന്നെ 6 കോടി രൂപയോ? 1300 രൂപയ്ക്ക് പമ്പ് എടുത്തിട്ട് അവിടെ പോലെ കിട്ടണല്ലേ ഇതൊന്നും? 15 കോടി വരെ ഉണ്ടാക്കി കോടി തന്നു. ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാ? ഡെയിലി ഈ ഒരു ആവറേജ് അല്ല, ഡെയിലി ഈ ഒരു ആവറേജ് എമൗണ്ട് കിട്ടുന്നുണ്ടോ? അറൗണ്ട് ഒരു 4 to 5 സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഏതൊക്കെ ഏരിയയിലാണ് തെണ്ണാൻ പോണത്? അങ്ങനൊന്നുമില്ല. ആരെ കണ്ടാലും കേറി. ഈ ഷാപ്പൂറിന് 2 കോടി മനസ്സിലായി മനസ്സിലായി. സാഗുര് ഇത്രയുള്ള ടോട്ടൽ വീട് ഇത് വീടല്ലല്ലോ, വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ? വീട് മുകളിലല്ലേ? ഓക്കെ. ചെറിയ വീടാണ്. അധികം ഇങ്ങനെ വിശാലാക്കിയിട്ടില്ല.
അതെ 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 ഭയങ്കര ചെറുതായിപ്പോയി. അതെ മൈൻഡാക്കണേ പാവാണേ. എത്ര വട്ടം കണ്ടാലോ ഇത് അറിയില്ല എന്ന് പറഞ്ഞു പോകും. ചെണ്ടുന്നോണ്ടല്ലേ? അല്ല ചെണ്ടൂല്ല. അല്ലയ്യാ കൊള്ളാല്ലേ ഇന്ത്യതൊക്കെ. ഇതാരും ബ്രൈറ്റ് ഫോക്സ് അല്ലേ ഇത്? വേറെ പങ്കജാക്ഷൻ പിള്ളേ. மேல கேக்குது. ഇത് എലിയല്ലേ ഇത്? ഇത് എലിയല്ലേ ഇത്? പങ്കജാക്ഷൻ പിള്ളയാ? ഇതാരാണ് സാഗുരു? എന്ത് സാഗുരു? ഇതാരാ പങ്കജാക്ഷൻ പിള്ള? അമ്മാവനായിരുന്നല്ലേ? പന്നിപ്പനി പിടിച്ച് പന്നിപ്പനിയോ? ഇത് പന്നിപ്പനി പിടിക്കേണ്ട സാധനമാണ് സത്യം. പങ്കജാക്ഷൻ പിള്ള. അയ്യോ എവിടെ കണ്ട് പരിചയം ഇത് എലിയല്ലേ സത്യം? ഇത് ശരിക്കും എലിയല്ലേ ഇത്? നായ കണ്ട് തെണ്ടില്ല അയാളെ കണ്ടപ്പോ ജിമ്മ് അണ്ണാ ഞാൻ ഇവിടെ തന്നെ കിടക്കാൻ പോകുന്നു കേട്ടോ. ഇനി കാര്യമില്ലല്ലോ, ജിമ്മ് മാത്രമേ കാര്യമില്ലല്ലോ. വെക്കട്ടെ. ഇതൊക്കെ വർക്കാവോ സാബുഗുരു? വർക്കാവും. ഫോട്ടോ ചന്ദ്രൻ, കാർലോ, എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. എല്ലാരും ഉണ്ട്. ദൈവങ്ങളൊക്കെ ഉണ്ടല്ലേ. ഞങ്ങളെ മേളില്, വീടിന്റെ മേളില്. നീ മേളിലോട്ട് വാ. അകത്തോട്ടൊന്ന് വിടുവോ എന്നെ? സിനിമ തിരിയിരിക്കണം. അപ്പൊ അയ്യോ അവിടെ കത്തലാട്ടോ ഭയങ്കര. അവിടെ കത്തല കത്തല കത്തല. അണ്ണ ഒരു കാര്യം, സിനിമയുടെ പോസ്റ്റർ ഒന്ന് നോക്കിയാണ്. എമ്പുരാൻ ലോമ. നോക്ക് സെമ്പുറാൻ ലോമ. ബ്രഹ്മയുമം. ബ്രഹ്മയുമം. അണ്ണന്റെ ഫോട്ടോ ഞാൻ കണ്ടതേ ഇവിടെ കണ്ട. ജോൺസിന സാബ് നൈറ്റ് ക്ലബ്ബ്, സാബ് ഗുരു അസോസിയേറ്റ്, സാബ് ഗുരു ഫ്യൂവൽസ്, സാബ് ഗുരു ആൻഡ് ഷെയ്ഖ് ഫിനാൻഷ്യൽ ബാങ്ക്. കുറച്ച് ദിവസം കൂടി ഇങ്ങനെ എന്തോരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതല്ലേ. കണ്ട് 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 കണ്ട്. അടുത്തത് വേണ്ടെന്ന് പറയോ? നിങ്ങളുടെ തന്നെ ഒരു പ്രതിമയാണ്. നിങ്ങളുടെ പ്രതിമയോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം കേട്ടോ. നഷ്ടം മാത്രമുള്ള ഒരു പമ്പ്. അതാണ് നമ്മുടെ ആകെയുള്ള സമ്പാദ്യം. ബ്രോ ബ്രോ ഡോർ തുറക്കുங்க. അണ്ടി ഫാക്ടറി ഇതുവരെ വന്നില്ലടാ. അണ്ടി ഫാക്ടറി വരാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്, അതാ പ്രശ്നം. ഹലോ, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഓ അതെ അതെ. കുറച്ച് സാധനങ്ങൾ വരാം. ഹൈലി എക്സ്പെൻസീവ് ആണ് സിറ്റിയിൽ സാധനങ്ങൾ. ഓക്കെ, ഇത് 3 വെച്ച് കഴിച്ചാല് കിക്കാവും.
ഒരു ഡ്രിങ്ക് കേട്ടോ 3 എണ്ണം വെച്ച് കഴിച്ചാലേ അതൊന്ന് ട്രൈ ചെയ്തു. പിന്നെ ഓരോ ഡ്രിങ്ക്സിനും 10 ലക്ഷം രൂപ വില കിട്ടോ സിറ്റിയില്. രാഹുൽ നമ്മളെ ഗ്യാങ്ങിലെ കുറച്ചേര് പുറത്തേക്ക് പോട്ടെ. അതാ ഇറക്കാം. വണ്ടി കൊണ്ടല്ലോ വാസോണ്ട് കൊടുക്കാൻ ഗിഫ്റ്റ് ആയിട്ട് ഇറ്റാലിയൻ റാസ്ബെറി റമ്മൻ കോക്ക് ഓക്കാ ബ്രൗൺ ഷുഗർ ബ്ലൂ സോറ്. ഈ കൊച്ചു ചെറുക്കൻ ഏതായി ആടാ അത് ഏത് കൊച്ചു പയ്യന്റെ സൗണ്ട് കേട്ടോ ഇവിടെ. ഓ അത് മറ്റേ നമ്മുടെ സബ്ഗുരിന്റെ പിയെ. ആ അതെ 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 3 എണ്ണം കുടിച്ചാലേ കിക്കാവുള്ളൂ കേട്ടാ. 2 ഇടിച്ചു കൊല്ലടാ. 3 30 ലക്ഷം രൂപ വേണേ. തടച്ചിട്ടേക്കണേ. ആ ഓ സൂപ്പർ സാധനം. മേലെ വാ മേലെ വാ. 30 ലക്ഷം രൂപ വേണം ഇവിടെ ഒരു ഫിറ്റ് ആണ് മാറില്ല ക്ലബ്. ബസ്സേട്ടാ ആള് കിളിയായേട്ടാ. ഇതേത് സൂക്ഷിച്ച് സ്റ്റെപ്പ് കൂടെ പെടഞ്ഞു വീഴല്ലേ. സംസാരിക്കണ്ടാവോ നല്ലത്. ഷാപ്കൂറിനെ വിറ്റ് ഇല്ല. ആ അടുത്ത സ്റ്റെപ്പ് വെച്ചാ കടലിലാണ്. അലക്സ എങ്ങനെ പ്രശ്നക്കല്ലേ? ഇത് എന്താ ഇത്? എന്താ വ്യൂ ഇവിടൊക്കെ കടന്നിങ്ങനെ ഇരിക്കണം. കടക്കാൻ പറ്റും. ഇവിടെയൊക്കെ പിണഞ്ഞ് ചാവണം. വ്യൂ കൊള്ളാല്ലേ? അതെ അതെ ഇതിലല്ലേ നോക്ക്. ഓ, എന്റെ അമ്മ. ഇത് കടലാണോ? ഹായ് ഹായ് ഹായ്. ആ ദേവക്കുട്ടി പറ. മേലെ മേലെ അല്ലല്ല ഞാൻ ഇവരുടെ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. കിട്ടുമെന്ന് അവിടെ നിക്ക വരാ. ഞാൻ ഒന്ന് നോക്കിട്ടല്ല ദേവക്കുട്ടി ഇത്. ഈ നോക്കിയാണ് ഇത് മറ്റേ ബെല്ലാരിലുണ്ടായിരുന്ന നോക്കിയാണ് ഈ T47 കളിക്കുന്നേ. ഇതെന്താ ജെറ്റ് വിമാനോ? സോറി കണ്ണിന് ചെറിയ കുരുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് എന്താ അവിടെ ചെന്നിട്ട് വാണമാവുന്നതല്ല, വാണങ്ങളെ നോക്കി എടുക്കണതാ. മനസ്സിലായോ? ഇതിന്റെ ഭയങ്കര സംശയമായിരുന്നു എന്റെ. ഒന്നും പറയാനില്ല എനിക്ക്. അല്ല 2060. 11 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് 12 മണിക്കാണ്. കോൺട്രവേഴ്സി ആയി. എന്ത് കോൺട്രവേഴ്സി? ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞല്ലോ. കിട്ടിയില്ല. ഓക്കെ അപ്പൊ നാളെ മാറുന്നു. മുറി കാണിച്ചില്ലേ? ഇവനെയൊക്കെ ഇതാക്കി നിൽക്കാ ഞാൻ, ഇനി താങ്ങിക്കൊണ്ട് നിൽക്കാ ഞാൻ ഇനി. വന്ദേ മാതരം എല്ലാം താഴെ കിടക്കും. ഓ പറയണം. ഒന്നും ഇപ്പൊ വരുമോ? അപ്പുറണ്ട് വരട്ടെ. പ്രശ്നമല്ലോ. കണ്ണാടിയാ മൊത്തം കാണാം. ഇത് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇങ്ങോട്ട് കാണാമോ? അതാ പറഞ്ഞ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ കാണാം, പ്രൈവസി ഇല്ല. ഇവിടെ ജോലി ചെയ്യുന്നവന്മാരെല്ലാം ഫോണും പൊക്കി പിടിച്ചോണ്ട് വരും. എനിക്ക് ചിലത് പറയാനുണ്ട്. കിടില സാധനം കേട്ടാ, വിഷയ സാധനം. ഒന്നും പറയല്ല, കിടില സാധനം. എനിക്ക് കൊറേ കിട്ടി കേട്ടാ. ചന്ദ്ര കിട്ടിയില്ലല്ലോ. അല്ല കിണഞ്ഞ ജ്യൂസ് കേസ് പിടിച്ചില്ല. ഒന്നുമില്ല. ഡ്രസ് മാറാൻ പറ്റും. ഏതിനകത്ത്? ഇത് നമുക്കോ? നമുക്ക് മാറാൻ പറ്റും. നോക്കി ഞാൻ മാറി. എനിക്ക് കാണിക്കുന്നില്ലല്ലോ. റെഡ് കളർ ടീഷർട്ട് ഇവിടെ ഞാൻ നിക്കുന്ന അടുത്ത ഇത് നോക്ക്. ഔട്ട്ഫിറ്റ് എന്താ? ബ്ലാക്ക്. ഞാൻ മാറി.
അത് ഞാനോ സമയ കത്തിയല്ലോ. ഓക്കേടാ, ഞാനിത് ഉദ്ദേശിച്ച ആള് തന്നെയാണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് മാറിപ്പോയതാണോ എന്ന് സംശയമുണ്ട്. നോക്കട്ടെടാ. സർവർ ഇഷ്യൂ ഒരു സെക്കൻഡ് ഞാൻ കൺഫേം ചെയ്തോട്ടെടാ. സാബയെ വിളിക്കുന്നത്. ടിഷ്യൂ പേപ്പറിലല്ലോ സൗകര്യം. ടിഷ്യൂ പേപ്പർ തന്നെ വേണോ? ഒന്ന് വിളിച്ചിട്ട് ടിഷ്യൂ പേപ്പർ ആള് മാറിപ്പോയതാണോ എന്നൊരു സംശയമേ. സാബയെ വിളിക്കുന്നത്. സൗകര്യം. ഞാൻ ഒരു കോൾ വിളിച്ചോട്ടെ. ടിഷ്യൂ ഹലോ വാസു ഒരു മിനിറ്റ് കൊച്ച, ഒരു മിനിറ്റ് ബ്രോ. പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. എനിക്ക് മാള് മാറിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒന്ന് കൺഫേം ചെയ്തോട്ടെ. സാബ് ഒറ്റക്കായോണ്ട് പ്രശ്നമില്ല. കത്തിയില്ല ഞാനൊന്ന് കക്കൂസി സൗകര്യന്റെ അതേതോ ഒരു തെണ്ടി നമ്മുടെ ഗ്യാങ് മൊത്തം കത്തിപ്പോയല്ലോണേ. ശുഭം ലോക്കാക്കി വെക്കണേ. ഹലോ നിങ്ങൾക്ക് വണ്ടി വലിയ ഗിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? ഹലോ എനിക്ക് ചെറുതായിട്ട് ആള് മാറിപ്പോയടാ. ഹലോ ഞാൻ അവന് കറണ്ട് പോയവന്റെ. എനിക്ക് ചെറുതായിട്ട് ആള് മാറിപ്പോയാണേ. സോറി കേട്ടോ. എടാ നിന്റെ അല്ലേ ഞാൻ നോക്കിയ ഉദ്ദേശിച്ചത് കേട്ടാ. ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞു വേടാ. സോറി കേട്ടാ. സോറിടാ. ആർപിയിലല്ലേ ഞാൻ പറഞ്ഞ, ഞാൻ ലൈവിലല്ലേ പറഞ്ഞേ. അവൻ എന്നോട് ചോദിക്കുവാണെ ഞാൻ പറഞ്ഞു. സ്റ്റേജ് ഉണ്ട്. ഓ അതാ വരുന്നു. എങ്ങോട്ടാ വരണ്ടേ? ഇത് വെട്ടിയിടുമ്പോ ഞാൻ പറഞ്ഞോളാം. എങ്ങോട്ടാ വരണ്ടേ? എനിക്ക് ചെറുതായിട്ടൊന്ന് ആള് മാറിപ്പോയതാണേ. സോറിടാ. എന്റെ സൈഡ് എന്റെ സൈഡിൽ ഞാൻ സോറി പറയണം. എനിക്ക് ആള് മാറിപ്പോയതാ. ഞാൻ ആരെയും ഉദ്ദേശിച്ചില്ലല്ലോ. വേണ്ട. ഇതുവരെ നമുക്ക് എതിരെ ഒന്നും പറഞ്ഞില്ല. പറയുമ്പോ ഞാൻ പറഞ്ഞോളാം. നോക്കിയ സോറിടാ. സോറി എന്റെ മിസ്റ്റേക്കാ. സോറി നോക്കിയ. പുറത്തൊരു 15 പേര് കത്തിയിപ്പുണ്ട് സാബേ. 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ വെളിയിൽ നോക്ക്. എടാ എല്ലാരും കത്തിപ്പോയോ? ഹലോ ചന്ദ്രനൊക്കെ എന്ത് ചെയ്യേ?